ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു ഈസി കുക്കർ ബിരിയാണിയാണ്. അപ്പോൾ നമ്മൾ കുക്കർ വെച്ചു, അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു. നെയ്യൊന്ന് ചൂടാകുമ്പോഴത്തേനും 2 ഏലക്ക, 2 ഗ്രാമ്പു, ഒരു ചെറിയ പീസ് പട്ട, ഒരു ചെറിയ ബേ ലീഫ് എന്നിവ ചേർക്കണം. ഇതൊന്ന് നല്ല മൂത്ത് വരുമ്പോഴത്തേനും അതിലേക്ക് സവോള, 2 സവോള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എന്നിവ ചതച്ചെടുത്തത്. ഇതെല്ലാം നല്ല മൂത്ത് ഒരു ബ്രൗണിഷ് കളറായി വരുമ്പോഴത്തേനും നമ്മൾ അതിലേക്ക് ഒരു ചെറിയ അളവിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കണം. നമ്മൾ ചിക്കനിൽ മഞ്ഞൾപ്പൊടി ഇട്ടതുകൊണ്ടാണ് കുറച്ചിട്ടത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർക്കണം. മല്ലിപ്പൊടിയോട് ചേർത്ത് നല്ല പച്ചമണമൊക്കെ മാറുമ്പോഴത്തേനും അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടെ നമുക്ക് ചേർക്കണം. മുളക് പൊടിയും ചേർത്ത് നമ്മൾ നല്ല രീതിയിൽ മൂപ്പിക്കണം. പച്ചമണമൊക്കെ വിട്ടതിന് ശേഷം നമുക്കതിലേക്ക് ഒരു ചെറിയ അളവിൽ ഗരം മസാല ചേർക്കാം. നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ഗരം മസാല ചേർക്കാവുന്നതാണ്. ഇതെല്ലാം കൂടെ നല്ല വഴന്ന് വരുമ്പോഴത്തേനും അതിലേക്ക് നമ്മൾ 2 ചെറിയ തക്കാളിയാണ് ചേർക്കുന്നത്. തക്കാളി ഒരു ചെറിയ അളവിൽ വെന്ത് വരുമ്പോഴത്തേനുമാണ് നമ്മൾ പിന്നെ അതിലേക്ക് തൈര് ചേർക്കുന്നത്. പുളിയില്ലാത്ത തൈരാണ്, മിൽക്കി മിസ്റ്റിൻ്റെ തൈരാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. തൈരും കൂടെ ചേർത്ത് നല്ല മിക്സാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ഇനി ചിക്കൻ ചേർക്കാം. ചിക്കനിൽ ചെറിയ അളവിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് നമ്മൾ പുരട്ടി വെച്ചതാണ്. ചിക്കൻ അതിലേക്ക് ഇട്ട് നമുക്ക് വിസിലിടാതെ കുക്കർ ഒരു 10 മിനിറ്റ് അടച്ചു വെക്കണം. അതിലേക്ക് മല്ലിയിലയും കൂടെ ചേർത്ത് നമുക്ക് കുറച്ച് നേരം കൂടെ ചിക്കൻ വേവിക്കണം. ചിക്കൻ ഒന്ന് പകുതി വേവ് ആകുമ്പോഴത്തേനും അതിലേക്ക് നമുക്ക് അരി ചേർക്കാം. ഞാനിവിടെ 2 ഗ്ലാസ് കൈമ റൈസാണ് എടുത്തിരിക്കുന്നത്. 15 മിനിറ്റ് നമ്മൾ കൈമ റൈസ് വെള്ളത്തിൽ കുതിർത്തിട്ടായിരുന്നു. അരി കുറച്ച് നേരം വഴറ്റിയതിന് ശേഷം 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് എന്ന വെള്ളം എന്ന രീതിയിൽ ഞാനിവിടെ 2 ഗ്ലാസ് അരിക്ക് 3 ഗ്ലാസ് വെള്ളമാണ് ചേർത്തത്. വെള്ളം ചേർത്തതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർക്കാം. പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഒരു വിസിലാവുമ്പോഴത്തേനും നമുക്ക് തീ ഓഫ് ചെയ്യാം. ഈ ഓഫ് ആയതിനു ശേഷം 20 മിനിറ്റ് അങ്ങനെ തന്നെ വെക്കണം. അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള ബിരിയാണി റെഡിയായി. ഇനിയിപ്പോൾ ബിരിയാണി ഇഷ്ടമുള്ളവർ മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം. അപ്പോൾ ഓക്കെ, ബൈ.